ഹലോ, വെൽക്കം മുതലേ ചാനലിലേക്ക്. മുഹറത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകളും ഒക്കെ ഇങ്ങനെ യൂട്യൂബ് വഴിയൊക്കെ ഒരുപാട് കണ്ടു. ആ സംഭവത്തെക്കുറിച്ചൊക്കെ പലരും നല്ല രീതിയിലും അല്ലാതെയൊക്കെ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഇസ്ലാം എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയൊന്നും അധികം കാണുന്നില്ല. കാരണം ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ചരിത്രം അവർ എന്തിനു വേണ്ടിയാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ ഇത്രത്തോളം പുകഴ്ത്തി പാടേണ്ട കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് വളരെ വിശദമായും വ്യക്തവും ശക്തവുമായിട്ട് ഇസ്ലാം പറഞ്ഞു തന്ന രീതി മറ്റൊന്നാണ്. കാരണം ആ ഒരു സംഭവം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വധവുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം ലോകത്തിന് വിഷമങ്ങളുണ്ട്. എന്നാൽ അതിലും ഉപരി മറ്റൊരു വിഷയം എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല 4 മാസം പവിത്രമാക്കിയിട്ടുണ്ട്. അതിലൊരു മാസമാണ് മുഹറം. അപ്പം പൊതുവേ മുഹറത്തെക്കുറിച്ച് യാഥാസ്ഥിതിക മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ, അതായത് ഇപ്പോൾ ഈ സമസ്ത ദക്ഷിണ എന്നൊക്കെ പറഞ്ഞ ആ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഇടയിൽ ഈ മാസം 10 വരെ നഹസിന്റെ മാസമാണ്. അത് ഒന്നും ചെയ്യാൻ പാടില്ല, അത് ദോഷമാണ്. വിവാഹമാവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കൊടുക്കൽ വാങ്ങൽ ഇടപാടുകളാവട്ടെ അങ്ങനെയുള്ള ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതൊരു ശകുനത്തിന്റെ മാസമാണ് ഈ 10 ദിവസം വരെ എന്നൊരു വിശ്വാസം. അതെങ്ങനെയാണ് കടന്നുകൂടിയത്? ഈ ഏറെക്കുറെ ഒരു 80% മുസ്ലിമീങ്ങളിലേക്ക് എങ്ങനെ കടന്നുകൂടി? എന്താണ് അതിന്റെ കാര്യകാരണങ്ങൾ എന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് മുഹറത്തിന്റെ ആ സംഭവവും ഈ ഒരു വിശ്വാസവും തമ്മിൽ നമുക്കൊരു താരതമ്യ പഠനം ലഘുവായ രീതിയിൽ നടത്താൻ പറ്റും ചുരുങ്ങിയ സമയം കൊണ്ട്. അപ്പം ഈ ഇറാഖിലേക്കുള്ള ഇവരുടെ ഈ യാത്ര, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെയും കുടുംബത്തിൻ്റെയൊക്കെ യാത്ര, അവിടെ ഇസ്ലാമികമായിട്ടുള്ള ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഒരു ഖിലാഫത്തിന് നേതൃത്വം കൊടുക്കാനോ എന്നുള്ള രീതിയിൽ ഒരു അധർമ്മകരമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങാനോ എന്നുള്ള രീതിയിലാണ് അവരുടെ യാത്ര. ആ സമയത്ത് മക്ക മദീനയിലുള്ള എല്ലാ പണ്ഡിതന്മാരും അവരോട് വിലക്കി പോകരുത്. കാരണം ഖവാരിജികളുടെ ഒരു കൂട്ടമാണ്. അവർക്ക് അള്ളാഹുവിന്റെ റസൂലുമായിട്ടോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൊന്നും വലിയ താല്പര്യമില്ല. ഖവാരിജികൾ എന്ന ഒരു ഗ്രൂപ്പാണ്. അവർ അള്ളാഹുൽ മാത്രം, അള്ളാഹു പറയുന്നതാണ്, ഖുർആൻ നോക്കി കാര്യങ്ങൾ ചേകന്നൂർ ഭാഗം പോലെ ഒരു രീതിയാണ് കണ്ടുവരുന്നത്. കാരണം ഇപ്പൊ നമസ്കാരത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ ശരിക്കും മഗ്‌രിബ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 2-3 നേരം നിസ്കരിച്ചാൽ മതി. ഇത്തരത്തിലുള്ള രീതികളാണ്. നോമ്പ് പോലും 3 പിടിച്ചാൽ മതി. ഈ ഖുർആൻ നോക്കി അങ്ങോട്ട് അമലുകൾ നിശ്ചയിക്കാൻ അള്ളാഹു ആരെ ഏൽപ്പിച്ചില്ല. അത് പ്രവാചകനാണ് വിശദീകരിച്ചു കൊടുക്കാൻ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച് പ്രവാചകന് കൊടുത്തിട്ട് ജനങ്ങൾക്ക് അത് വിശദീകരിച്ചു കൊടുക്കാനും അത് റസൂലുള്ളാഹിയുടെ ചുമതലയാണ്. അതും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പഠിപ്പിച്ചതാണ്, യാതൊരു സംശയവുമില്ല. അപ്പൊ ഈ രീതി നോക്കുമ്പോൾ ഈ മുഹറം മാസം ഏറ്റവും സുന്ദരമായ മാസം, ഞാൻ പറഞ്ഞല്ലോ പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നാണ് മുഹറം. അത് ഒരുപാട് പ്രവാചകന്മാർക്ക് അള്ളാഹുവിന്റെ സഹായങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്, ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിത ചരിത്രമായിട്ട് ബന്ധപ്പെട്ട മാസമാണ്. അതുപോലെ തന്നെ മൂസാ നബിക്ക് ഫിറൗനിൽ നിന്നും ഈ രക്ഷ കൊടുത്ത മാസമാണ്. ഇതൊക്കെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ്. അള്ളാഹുവിന്റെ സഹായം ഇറങ്ങിയ സംഭവമാണ് മുഹറത്തിൽ നടന്നിട്ടുള്ളത്. അപ്പം എന്താണ് ഈ നോമ്പ് പിടിക്കാൻ പറഞ്ഞത് തന്നെ? അത് ഒരു 9ഉം 10ഉം നോമ്പ് പിടിക്കാൻ റസൂലുള്ളാഹി കൽപ്പിച്ചു. എന്താണ്? മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളിൽ, അവന്റെ അടിമകൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ് ഈ നോമ്പ് പിടുത്തം. കാരണം നമ്മൾ നമസ്കരിക്കുമ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ട്. അങ്ങനെ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ ഒരുപാട് പേര് അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. എന്നാൽ ഇതിൽ നോമ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് രഹസ്യമായി ചെയ്യാൻ കൊടുത്ത ഒരു അമലാണ്. കാരണം ഞാനിന്ന് നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാനും റബ്ബ് മാത്രമേ അറിയത്തുള്ളൂ. ഒരാളുടെ ഞാൻ പറഞ്ഞെങ്കിലേ അറിയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതാണ് അമലുകൾ. അപ്പൊ അള്ളാഹു ചെയ്തു തന്ന എല്ലാ അനുഗ്രഹത്തിനും എല്ലാ കാരുണ്യത്തിനും നമ്മൾ പകരം അള്ളാഹുവിനുള്ള സ്നേഹമായിട്ട് നന്ദിയായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു അമലാണ് ഈ നോമ്പ്. അതുപോലെ മറ്റുള്ള അമലുകളല്ല. അപ്പൊ ഇതിന് പ്രത്യേക കൂലി അള്ളാഹു തരുമെന്നും പറഞ്ഞു. അപ്പൊ ഏറ്റവും സന്തോഷകരമായ ഖുർആൻ അവതരിപ്പിച്ച മാസം 30 ദിവസം നോമ്പ് പിടിക്കാൻ പറയുന്നത് അതെന്താണ്? അള്ളാഹുവിനുള്ള സ്നേഹം, നമുക്ക് വന്നു കിട്ടിയ നിയമം സംരക്ഷണത്തിന്റെയും സ്നേഹം പ്രകടിപ്പിക്കലാണ് നോമ്പ് പിടിത്തം. അപ്പം ഈ നോമ്പ് പിടിക്കുന്നത് മദീനയിൽ അള്ളാഹുവിന്റെ റസൂൽ ചെന്നപ്പോൾ അവിടെ ജൂതന്മാര് നോമ്പ് പിടിക്കാം. 10 മുഹറം 10 നോമ്പ് പിടിക്കും. അപ്പൊ എന്താന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു മൂസാ നബിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ സഹായം കിട്ടിയ മാസമാണ്, അതുകൊണ്ട് ഞങ്ങൾ 10 നോമ്പ് പിടിക്കുന്നു പറഞ്ഞു. അപ്പൊ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, മൂസാ നബി എന്റെ സഹോദരനാണ്, ഞാനാണ് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് നോമ്പ് പിടിക്കണം. എന്നാൽ ജൂതന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്ന ഞാൻ 9 പിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് 9ഉം 10ഉം നോമ്പാകുന്നത്. അപ്പം ജൂതന്മാരുടെ നോമ്പിന്റെ രീതി ഇതുപോലല്ല. രാവിലെ തൊട്ട് സുബഹിക്ക് മുമ്പ് തൊട്ട് ഇങ്ങനെ മഗ്‌രിബ് വരേക്കും ജലപാനീയം പോലും ഇല്ലാത്ത നോമ്പല്ലാതെ വേറെ രൂപമാണ്. എന്തായാലും ആ കർമ്മം അവർ ചെയ്തു വച്ചു. അപ്പം ഇത് കണ്ടാണ് നമ്മളും എന്ത് ചെയ്തത്? അതിന്റെ പ്രചോദനത്തിൽ റസൂലുള്ളാഹി നമ്മളും നോമ്പ് പിടിക്കാൻ തുടങ്ങി. 9ഉം 10ഉം അടുത്ത വർഷം റസൂലുള്ളാഹി ഇല്ലായിരുന്നു, പക്ഷെ അതനുസരിച്ച് സഹാബത്ത് 2 നോമ്പ് പിടിക്കായി. ശരി, ഇനി വിഷയം എന്താണ്? ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒക്കെ ഇവിടെ നിന്ന് പോയി കുടുംബമായിട്ട് മറ്റുള്ള പണ്ഡിതന്മാരുടെ വാക്കൊന്നും കേൾക്കാതെ അവിടെ പോയി. അത് ദുഃഖകരമായ ഒരു വാർത്തയാണ്. അദ്ദേഹത്തിന്റെ ഈ ഷഹീദ് അല്ലെങ്കിൽ മരണം, ഇത് ദുഃഖകരമായ വാർത്തയാണ്. അതിന് മുസ്ലിം ലോകത്തിന് വിഷമങ്ങളുണ്ട്, യാതൊരു സംശയവുമില്ല. അങ്ങനെ അവിടെ പോവുകയും അവർ പിടിക്കപ്പെട്ടു. 10 ദിവസം പിടിക്കപ്പെട്ട് അവിടെ നിന്ന് പിന്തിരിയാൻ പോയിട്ടും പിന്നെ അവർ അനുവദിച്ചില്ല. അത് യസീബ് എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി, അതുപോലെ തന്നെ
സിയാദ് എന്ന് പറഞ്ഞ ഭരണാധികാരി, അദ്ദേഹത്തിന്റെ അധീനതയിൽ ഭരിച്ച ആളാണ് യസീബ്. അപ്പൊ ഇവരൊക്കെ ക്രൂരന്മാരും ചതിയന്മാരുമായിരുന്നു. ഈ വാർത്ത അറിയാവുന്നത് കൊണ്ടാണ് പണ്ഡിത ലോകം പറഞ്ഞത് പോകരുതെന്ന്. പക്ഷെ വകവെക്കാതെ അവർ പോയി. അവിടെ ചെന്ന് 9 ദിവസം വരെ അവരെ പട്ടിണിക്കിടുകയും ഭക്ഷണം പോലും കൊടുക്കാതെ അവരെ ഇടുകയും അതിന് ശേഷം വളരെ പൈശാചികമായി കൊന്നുകളയുകയും ചെയ്ത ഒരു സംഭവമാണ്. അപ്പൊ ഇതിന്റെ കബറുകളൊക്കെ അവിടെ ഇവിടെയായിട്ട് പൊങ്ങി, അത് മറ്റൊരു വിഷയമായിട്ട് പറയാം. അപ്പൊ ഈ കൊന്നു കളഞ്ഞിട്ട് അതിന്റെ അനുസ്മരണമായിട്ട് പിന്നെ വന്ന ഒരു വിഭാഗം തലപൊക്കി വന്നതാണ് ഷിയായിസം. അപ്പൊ ഈ ഷിയായി സമ്പ്രദായം എന്ന് പറയുന്നത് അവരും വിശ്വാസങ്ങൾ ഏറെക്കുറെ ഈ രീതിയിലായിരുന്നു. കാരണം അവരും എങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്? അള്ളാഹുവിലോ ആ അള്ളാഹുവിന്റെ റിസാലത്തിലോ ഒന്നും അവർക്ക് വലിയ വിശ്വാസമില്ല. പിന്നെയോ അവര് വിശ്വാസം കൊണ്ടുവന്നത് പോലും, അവരുടെ ഷിയൈ വിശ്വാസം വന്നത് പോലും ഇസ്ലാമിന്റെ ഇസ്സത്തിനെ തകർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. കാരണം അന്ന് ഇസ്ലാമിന് ഭയങ്കര പടക്കോപ്പും സംഗതികളും ഒന്നുമില്ല. 19 രാജ്യത്തെ ആക്രമിക്കാമെന്ന രാജ്യത്തെ ഈ ഇസ്ലാമിലേക്ക് വന്നു ചേർന്നു. ഇസ്ലാമിലേക്ക് അതേ രാജ്യങ്ങൾ ഇങ്ങോട്ട് വന്ന് ചേർന്നതാണ്. അങ്ങോട്ട് പോയി യുദ്ധം ചെയ്ത് പിടിച്ചാലെന്ന് ഒന്നും അറിയാത്തവർ പലതും പറയുന്നുണ്ട്. ആ ഇസ്ലാമിന്റെ ഇസ്സത്തും അന്തസ്സായ ജീവിതവും സംസ്കാരവും കണ്ട് പലരും ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ രാജ്യത്തെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞതുമാണ്. അപ്പൊ ഇതൊന്നും സഹിക്കാൻ വയ്യാതായപ്പോൾ ഈ സയനിസ്റ്റ് പ്രസ്ഥാനം, ജൂത പ്രസ്ഥാനത്തിലെ അബ്ദുള്ള ഇബ്നു സബഹ് എന്ന് പറഞ്ഞ ഒരു ജൂതൻ കണ്ടുപിടിച്ച ഒരു മാർഗമാണ്. അവരുടെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ആ ജൂതൻ, അബ്ദുള്ള ഇബ്നു സബഹ് എന്ന് പറഞ്ഞ ജൂതൻ ഒരു മുസ്ലിം നാമധാരിയായിട്ട് ഇസ്ലാമിലേക്ക് കടന്നുകൂടി. എന്നിട്ട് ഇവരുടെ വിശ്വാസത്തെ തകർക്കുക എന്ന് തന്നെയായിരുന്നു അവന്റെ ലക്ഷ്യം. ഇപ്പൊ തന്നെ ഹിന്ദുത്വത്തിൽ RSS കടന്നുകൂടിയ പോലെ. അപ്പൊ ഇവിടെ അദ്ദേഹം കടന്നുകൂടിയിട്ട് എന്ത് ചെയ്തു? അള്ളാഹുവിലേക്കുള്ള പൂർണ്ണമായിട്ടുള്ള തൗഹീദിൽ നിന്ന് ഈ മുസ്ലിം ങ്ങളെ വ്യതിചലിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം. ഏറ്റവും നല്ല ഉദ്ദേശം, ഇബ്ലീസിന്റെ അതേ ഉദ്ദേശമായിരുന്നു. അപ്പം വന്നിട്ട് അശ്ഹദു അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തി തൗഹീദിനെ എന്ത് ചെയ്ത് അവർ കൊണ്ടുവന്ന് ഖബറാരാധനയിലേക്ക് നിർത്തി. അന്ന മുഹമ്മദ് റസൂലുള്ള എന്നുള്ള സാക്ഷ്യത്തെ കൊണ്ടുവന്നിട്ട് എല്ലാ ദുർമാർഗത്തിലേക്കും ബിദ്അത്തിലേക്കും നിർത്തി. അതാണ്. അപ്പൊ ഇവിടെ നോക്കിക്കോണം, ഈ 9 ദിവസം വരയ്ക്കും അവരെ പട്ടിണിക്കിട്ട് കൊന്ന്, അതിന് എന്താണ് ഷിയായിസം പഠിപ്പിച്ച ഒരു മാർഗം? നമുക്ക് അള്ളാന്റെ റസൂലിന് ഏറ്റവും അടുത്ത ആളായിരുന്നു അലി റളിയല്ലാഹു അൻഹു, മരുമകനായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹു എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിയുടെ പുന്നാര മോളായിരുന്നു. അതുകൊണ്ട് ആ മകളുടെ മക്കളാണ് ഹസൻ ഹുസൈനൊക്കെ, ചെറുമക്കളാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ടത് അലി റളിയല്ലാഹു അൻഹുവിനെയും കുടുംബത്തെയാണെന്ന്. കാരണം റിസാലത്ത് പോലും, അതായത് വഹി പോലും ജിബ്രീലിന് തെറ്റി റസൂലുള്ളാഹിക്ക് കൊടുക്കാതെ അത് തെറ്റി ഈ അലി റളിയല്ലാഹു അൻഹുവിന് കൊടുക്കാനിരുന്നതിനെ തെറ്റിയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതെന്ന് പോലും പ്രചാരണത്തിലുണ്ട്. എന്നാൽ അവരെ ഖുർആനിലൊന്നും അവർ ഖുർആനെല്ലാം ഒരുപോലെ തന്നെ, അതിനകത്തൊന്നും മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഇവരുടെ ഉദ്ധരണി, ഇവരുടെ ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്, അതിനകത്തെ എഴുതി ചേർക്കാൻ പറ്റും, ഖുർആനിലൊന്നും കൈയിടാൻ പറ്റൂല. അത് വേറെ വിഷയം. അപ്പം ഇവിടെ അദ്ദേഹം ഈ അബ്ദുള്ള ഇബ്നു സബഹ് എന്ന് പറഞ്ഞ ജൂതൻ തന്ത്രപൂർവ്വമായിട്ട് ഇത്തരത്തിലുള്ള വിശ്വാസം അങ്ങോട്ട് കടത്താൻ തുടങ്ങി. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട അലി റളിയല്ലാഹു അൻഹുവിനെയാണ്, അത് ഹസൻ ചെറുമക്കളെയാണ്. ഇവരെ വളരെ പൈശാചികമായിട്ട് ഇവിടെ കൊണ്ട് കൊന്നൊടുക്കുക. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 9 ദിവസവും ഇഷ്ടം പോലെ ഭക്ഷണം വെച്ച് ആളുകൾക്ക് വിതരണം ചെയ്യണം. അവർ അവിടെ ഭക്ഷണം കൊടുക്കാതാണല്ലോ അവർ ഇട്ടിരുന്നത്. അങ്ങനെ ഈ ഷിയായിസം എന്ത് ചെയ്തു? ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്ത് 10-ാം ദിവസം എന്ത് ചെയ്തു? ഇവര് ഒരുപാട് സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ശരീരത്തെ മാറത്തടിച്ചും നെഞ്ചത്തടിച്ചും അതൊക്കെ ഒരുപാട് കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇത് ചേർക്കുന്നില്ല. അപ്പം ഒരുപാട് നെഞ്ചത്തടിച്ച് ചങ്ങല കൊണ്ട് മുതുകത്തടിച്ച് സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുന്ന ഒരു സംസ്കാരം, ഇത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാമുമായിട്ടുമില്ല, ഒരു മതങ്ങളുമായിട്ടും ഇത്തരത്തിലുള്ള ദൂഷിച്ച സംസ്കാരം ഇല്ല, ആചാരമില്ല. അപ്പൊ അത് അങ്ങനെ ചെയ്യണം. എന്നിട്ട് നമ്മൾ സ്വയം പീഡിക്കണം, എന്നിട്ട് കറുത്ത വസ്ത്രം ധരിക്കണം ദുഃഖത്തിന്റെ പ്രതീകമായിട്ട്, എന്നിട്ട് 2-3 ആടിനെ കൊണ്ടുവന്നിട്ട് അബൂബക്കറിന്റെ പേര്, ഉമറിന്റെ പേര് റളിയല്ലാഹു അൻഹു ഇവരെയൊക്കെ ഇട്ടുകൊണ്ട് ആട്ടിനെ വെട്ടിക്കൊള്ളണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ആചാരങ്ങൾ വന്നു. ഇവര് അള്ളാന്റെ തൗഹീദിനകത്ത് വെള്ളം ചേർക്കാൻ വേണ്ടി, അതാ വിശ്വാസം തകർക്കാൻ വേണ്ടി ചെയ്തത് ഒന്നാമത്തെ തന്നെ ആദ്യത്തെ കാര്യം തന്നെ കലിമത്തി തൗഹീദ് ആരാധനയിൽ കൊണ്ടു നിർത്തി. അങ്ങനെ അവരെ വിളിച്ചു. ബാങ്ക് നമസ്കാരം അവർ 3 നേരമാക്കി മാറ്റി. സുബൈയായിട്ട് നിസ്കരിക്കും, ലൊഹറിന് അസറും ലൊഹറും ഒന്നിച്ച് നിസ്കരിക്കും, മഗ്‌രിബ് ഇശയും മഗ്‌രിബിന് നിസ്കരിക്കും. വെള്ളിയാഴ്ച ജുമാ നമസ്കാരം ഇല്ല. ഇത്തരത്തിലേക്ക് വിശ്വാസത്തിൽ ആദ്യം കരട് വരുത്തി, പിന്നെ ആചാരത്തിലും കർമ്മങ്ങളിലും എന്താണ് കരട് വരുത്തിയവര്. എന്നിട്ടോ വാങ്ക് വിളിക്കാത്ത തന്നെ അശ്വദ് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് കഴിഞ്ഞിട്ട് അശ്വദ് തന്നെ അലി വലിയുള്ളാഹ് എന്നാക്കി പോയില്ലേ. അപ്പൊ മൊത്തത്തിൽ തന്നെ അവര് അള്ളാഹുവിന്റെ തൗഹീദിലും, അതായത് ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ല അശ്വദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തി തൗഹീദിനെ തന്നെ കൊണ്ട് ഖബറാരാധനയിൽ നിർത്തി. അത് കഴിഞ്ഞിട്ട് അള്ളാന്റെ റസൂലിനെ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സാക്ഷ്യത്തെ കൊണ്ടുവന്ന് അലി റളിയല്ലാഹു അൻഹുവിലും സകല മഹാന്മാരിലും നിർത്തി. അതാണല്ലോ ബാങ്കിൽ പോലും അവർ വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു സമ്പ്രദായത്തെ നമ്മളെ ഇന്ന് ഈ കേരളത്തിലെ അഥവാ ഇന്ത്യയിലെ യാഥാസ്ഥിതിക മുസ്ലിങ്ങൾ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, സമസ്ത ദക്ഷിണ എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. അത് എല്ലാവരും ഒന്നും ഞാൻ പറയില്ല. അപ്പൊ അതേ ആചാരത്തെ ഈ 2 സംസ്കാരത്തിലും കൊണ്ട് നിർത്തിയവര് ഖബറാരാധനയും അതുമായിട്ട് ബന്ധപ്പെട്ട സകല ദുർമാർഗത്തിലും
കൊണ്ട് അവർ നിർത്തി. അതാണ് ഇന്ന് നമ്മളെ കേരളത്തിലോ ഇന്ത്യയിലോ കാണുന്ന സമസ്ത ദക്ഷിണ എന്നൊക്കെ പറഞ്ഞ കുറേ പണ്ഡിതന്മാരുണ്ട് അതിനകത്ത്. എല്ലാവരും ഇത് തന്നെയാണ്. ഇനി ഇവർക്ക് ഖുർആൻ മനസ്സിലാക്കുന്നതാണോ അതോ മനസ്സിലാകാത്തയാണോ, ഏതായിരുന്നാലും ശരി ഈ ദുർമാർഗത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ യൂട്യൂബിൽ തന്നെ പല സക്കാഫികളും ബാക്കവികളൊക്കെ ഒന്ന് പ്രസംഗിക്കാറുണ്ട്. എന്താണ് ഈ സലഫികൾ എന്ന് പറഞ്ഞാൽ? സഹോദരങ്ങളെ, ഈ സലഫികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? സലഫുസാലികളാണ്. അതായത് റസൂലുള്ളാഹിയുടെ പിൻഗാമികളായി വന്നവരാണ് സലഫികൾ. അപ്പൊ ഈ സലഫികളുടെ മറ്റൊരു പേര് ഇവിടെ മുജാഹിദുകളെന്നും ചോദിച്ചിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞാണ് മുജാഹിദീനെ സബീൽ, അള്ളാന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ ഈ സൈനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഷിയായി പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണ്. അതുകൊണ്ട് അവര് ഒരുപാട് പ്രശ്നകാരികളാണ്, തീവ്രവാദികളാണ് എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, മതത്തിന്റെ കാര്യത്തിൽ അവർ തീവ്രവാദികൾ തന്നെ. കാര്യം മതത്തിനകത്ത് മതത്തിന്റെ ചര്യകളെയും കർമ്മങ്ങളിലും യാതൊരു വിധത്തിലുള്ള വെള്ളം ചേർക്കലും പറ്റാത്ത നിലയ്ക്ക് കാത്തു സൂക്ഷിക്കുന്നവരും ആചരിക്കുന്നവരും ആയതുകൊണ്ട് ആ കാര്യത്തിൽ അവർ തീവ്രവാദികളാണ്, എനിക്ക് യാതൊരു സംശയം എനിക്കില്ല. അപ്പൊ ഇങ്ങേയറ്റം അള്ളാൻ റസൂൽ ജനിച്ച നാടായ സൗദി അറേബ്യ, സഹാബത്തിന്റെ നാടായ സൗദി അറേബ്യ, തൗഹീദിന്റെ വെളിച്ചം ലോകത്ത് മൊത്തം പരത്തിയ സൗദി അറേബ്യയെ പോലും ഇന്ന് ഇവര് പ്രതികൂട്ടി നിർത്തുക ഈ സക്കാഫികളും വാക്കബികളും ഒക്കെയാണ്. കാരണം എന്താണ്? അവിടെ പൊളിച്ചെങ്കിൽ മാത്രമേ ആ ഷിയായി സമ്പ്രദായമായ ഖബറാരാധനകളും ഒക്കെ ഇവിടെ ഇങ്ങനെ കൊടികുത്തി വാഴ്ത്തുള്ളൂ. അതിന്റെ പിന്നിൽ ഒരുപാട് സമ്പത്ത് സമ്പാദിക്കുന്നുണ്ട്, അത് വേറൊരു വിഷയമാണ്, സമ്പാദിക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ കൊണ്ട് നിർത്തി ഇന്ന് ഈ ഷിയായിസത്തെ ആ ഒരു ലെവലിലേക്ക് ഇവിടെയും കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇനി ഷിയാക്കളെ കുറിച്ച് പറയുന്നിടത്ത് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ കാര്യമായിട്ട് ഇവര് രാഷ്ട്രീയപരമായിട്ട് നമ്മൾ നോക്കും. ഇപ്പൊ ഇറാൻ വിഷയം, അതുപോലെ തന്നെ ഗസ വിഷയം, അതുപോലെ തന്നെ ഇസ്രായേൽ വിഷയമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പലരും പല അഭിപ്രായം പറയുന്നു. എന്നാൽ ഇനി ഒരു കാര്യം, ഗസയെ ആക്രമിക്കുമ്പോൾ ഒരിക്കലും ഇറാന് നേരിട്ട് കയറി ഇടപെടാൻ പറ്റൂല. കാരണം എന്താണ്? വസ്തുതകളായിട്ട് തന്നെ കാണണം. കാരണം മതപരമായിട്ട് മാത്രമാണ് നമ്മൾ ഇറാനോടൊപ്പം ചേരാത്തത്. എന്നാൽ രാഷ്ട്രീയപരമായിട്ടും അതുപോലുള്ള രാജ്യസുരക്ഷ ഇടപാടുകളുമായിട്ടും ഇറാനുമായിട്ട് കൈകോർക്കുന്നതിനകത്ത് തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഗസയെ ആക്രമിക്കുമ്പോൾ പരസ്യമായിട്ട് ഇറാൻ ഇറങ്ങാൻ സാധിക്കില്ല. കാരണം എന്താണ്? അത് മറ്റുള്ള സൈനിസ്റ്റ് രാജ്യങ്ങളെല്ലാം കയറി ഇടപെടും. അവസാനം ഇറാനെ സഹായിക്കാൻ ഇന്ന് വാക്കുകൊണ്ട് പറയുന്നതിലും മറ്റുള്ള ചൈനയും റഷ്യയൊന്നും ചിലപ്പം പുറത്ത് വരും എന്നുള്ള കാര്യം സംശയാതീതമാണ്. കാരണം അവർ ഇടപെടുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരു മൂന്നാം മഹാലോക യുദ്ധത്തിലേക്ക് ചിലപ്പോൾ വ്യാപിച്ചെന്നിരിക്കും. സൈനിസ്റ്റ് പ്രസ്ഥാനം എല്ലാം കൂടെ, യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞ ഉടായ്പ പ്രസ്ഥാനം എല്ലാം കൂടെ ഒന്നിച്ച് വന്നിട്ട് ഈ ഇറാനെ തകർക്കും. യാതൊരു സംശയം, അവർക്ക് ആവശ്യം അതാണ്. കാരണം പശ്ചിമേഷ്യയിൽ അല്പം ശക്തി ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പൊ അതുകൊണ്ട് പരസ്യമായിട്ട് ആ ഒരു കാരണത്തിൽ ഇറങ്ങാൻ പറ്റൂല. എന്നാൽ രഹസ്യമായിട്ട് ഗസയ്ക്കാവട്ടെ സിറിയയ്ക്കാകട്ടെ എല്ലാ ആയുധങ്ങളും നൽകുന്നത് ആരാണ്? അതും ഇറാൻ തന്നെ, യാതൊരു സംശയമില്ല. എന്നാൽ ഇനി ഒരുപക്ഷെ അള്ളാഹിന്റെ സഹായമായിരിക്കും ആ ഇറാനിൽ തന്നെ ഈ സൈനിസ്റ്റ് പ്രസ്ഥാനം കൊണ്ടുചെന്ന് അവർ ആഭ്യന്തര രീതിയിൽ കയറി ഇടപെട്ട് ബോംബ് ചെയ്ത്. അപ്പൊ അവർക്ക് ഒരു ചാൻസ് ആയി, അവരിതെല്ലാം കൂടെ വെച്ച് നല്ല നിലയ്ക്ക് തന്നെ സൈനിസ്റ്റ് പ്രസ്ഥാനത്തെ മുട്ടുകുത്തിക്കുകയും ചെയ്തു. കാരണം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അവന്റെ അഹങ്കാരം തീർക്കുകയും ചെയ്തു. അത് മറ്റൊരു സഹായമാണ്. കാരണം ആ കാര്യത്തിലൊക്കെ നമുക്ക് ഇറാനെ കുറ്റം പറയാൻ പറ്റൂല. അതിന്റെ നീതിപൂർവ്വം തന്നെയാണ് അത് പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ മതപരമായിട്ട് മാത്രമാണ് നമുക്ക് ഇറാനുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്തത്. കാര്യം ഈ സലഫികൾക്ക് ഒത്തുപോകാൻ കഴിയില്ല. കാരണം മതപരമായിട്ട് അവർ വളരെ ദൂരത്തിലാണ്. എന്നാൽ രാഷ്ട്രീയപരമായിട്ടും മറ്റുള്ള കാര്യമായിട്ട് അവരോട്ട് ഇടപെടുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ചുരുങ്ങിയ രീതിയിലാണ് ഇത് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വരാം. അതുപോലെ തന്നെ ആ ചാനൽ ആദ്യം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ വേറെ ഇനിയും സംസാരിക്കാനുണ്ട്. അസ്സലാമു അലൈക്കും.